Rajat, heartiest congratulations for securing 169th rank in UPC CSC 2024. സോ വളരെയധികം സന്തോഷം. രജത്ത് എപ്പോഴും ഇറ്റ്സ് ലൈക്ക് ഒരു ആസ്പിറന്റിന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി ഇൻ ടേംസ് ഓഫ് പ്രിപ്പറേഷൻ, അത് കൺസിസ്റ്റൻസിയും പെർസിവറൻസ് ഒക്കെ ആണെങ്കിൽ അതുള്ള ഒരു ആസ്പിറന്റ് ആണ് രജത്ത്. തീർച്ചയായിട്ടും പ്രിപ്പറേഷനോട് 100% ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പറേഷൻ അപ്രോച്ച് ചെയ്യുന്ന ഒരു ആസ്പിറന്റ് ആണ് രജത്ത്. ആൻഡ് I strongly believe that is one of the main reasons for your success today, and that has been an inspiration for many UPC aspirants across India. So the question is that cliche question ആണ്, but still ഈ ഒരു സക്സസ് ജേർണി അതൊന്ന് ബ്രീഫ് ചെയ്യാവോ, എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ളത്? സർ, അത് ആക്ച്വലി വളരെയധികം കല്ലും മുള്ളും ഒക്കെ നടന്നത് തന്നെയായിരുന്നു. 2022 ഞാൻ സത്യം പറഞ്ഞ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ആ സമയത്ത് ഒരു ജർമ്മൻ MNC വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 to 12 hours എനിക്ക് വർക്കിന് വേണ്ടി മാത്രമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ഇങ്ങനെ കുറെ പഴയ മോഹങ്ങളൊക്കെ പയ്യെ പൊട്ടി മുളക്കുകയും സിവിൽ സർവീസ് എന്ന് പറയുന്ന ആ ഒരു മോഹം പെട്ടെന്ന് വരികയും ചെയ്തു. അപ്പൊ അങ്ങനെ ഞാൻ ഇതിലോട്ട് വരുമായിരുന്നു. അപ്പം എനിക്ക് ഓബിയസ്ലി ടൈമിന്റെ കൺസ്ട്രെയിന്റ് ഉണ്ട്. അപ്പം ഞാൻ പലരോടും ചോദിച്ചപ്പോഴത്തേക്കും കുറെ അധികം ബൾക്കി ആയിട്ടുള്ള പുസ്തകങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് എനിക്ക് റെഫർ ചെയ്ത് തന്നെ. അപ്പം പിന്നെ ഓരോരുത്തരുടെ നോട്ടും ടെലിഗ്രാം പോലുള്ള റിസോഴ്സ് ഒക്കെ ഞാൻ നോക്കി ഭയങ്കര അധികം ബൾക്കി ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അപ്പം എനിക്ക് പ്രോപ്പറായിട്ട് ഒരു ഗൈഡൻസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു, മാക്സിമം എത്രത്തോളം നമുക്ക് ബെറ്റർ ഗൈഡൻസ് കിട്ടാൻ പറ്റുമോ അത്രത്തോളം നമ്മുടെ ജേർണി കുറച്ചുകൂടെ സ്മൂത്തർ ആയിരിക്കും. കാര്യം എനിക്ക് ടൈം കൺസ്ട്രെയിന്റ് ഉള്ള കാരണം ഞാൻ സാറിനെ ഒന്ന് കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പം സാർ എനിക്ക് തോന്നുന്നു ഒരു സ്കോളർഷിപ്പ് എക്സാം വഴി സാർ എനിക്ക് ഫ്രീ ആയിട്ട് ഗൈഡൻസ് തരുമായിരുന്നു. അങ്ങനെ സാർ ഞാൻ ബാച്ച് ചേർത്തു. അപ്പം ഞാനത് എൻറ്റയർലി എന്താ പറയുക, എനിക്ക് എൻ്റെ ഓൾമോസ്റ്റ് വൺ ഓഫ് ദ ജേർണിയിലെ ഫസ്റ്റ് ഹെൽപ്പ് സാറിൻ്റെ കയ്യിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പം ഹിസ്റ്ററി ഒക്കെ പോലുള്ള സബ്ജക്റ്റ് എനിക്ക് ബേസിക്കലി ഞാൻ സോഷ്യൽ സയൻസ് ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല. അപ്പം അങ്ങനത്തെ ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് വളരെയധികം കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലാക്കാനായിട്ട് സാർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ അറ്റംപ്റ്റ് എനിക്ക് ഓൾമോസ്റ്റ് 2-3 months സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ സാറിന്റെ ലെക്ചേഴ്സ് ഒക്കെ ഓടിച്ച് കാണുമായിരുന്നു ആ ഒരു സമയത്ത്. അല്ല ബുക്ക് വായിക്കാനോ അങ്ങനത്തെ സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് സാർ എനിക്ക് പ്രിലിംസ് ടെസ്റ്റ് സീരീസും തന്നായിരുന്നു. അപ്പം അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ വർക്കിന്റെ ഇടയിലും കിട്ടുന്ന ബ്രേക്കിലും ഒക്കെ ഇങ്ങനെ ഫോണിലൊക്കെ ആയിട്ട് നോക്കി ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ആ അറ്റംപ്റ്റ് എനിക്ക് മെയിൻസ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ വളരെ കുറച്ച് മാർക്കിനാണ് ആ അറ്റംപ്റ്റ് പോയത്. അങ്ങനെയാണ് 2022 വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഡിസംബർ തൊട്ട് ഞാൻ 2023 മാർക്ക് വന്നു കഴിഞ്ഞ് 2023 അറ്റംപ്റ്റ് ഒഫീഷ്യലായിട്ട് തുടങ്ങി. ആ ഒരു സമയത്തും സാർ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ഒക്കെ വെച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അറ്റംപ്റ്റിൽ എനിക്ക് ഫോർച്യുനേറ്റ്ലി ഇന്റർവ്യൂ വരെ എത്താൻ പറ്റി. ഇന്റർവ്യൂവിന്റെ സമയത്തും സാറ് 1-on-1 സെഷൻസ് ഒക്കെ വെച്ചു. പിന്നെ ടോപ്പേഴ്സുമായിട്ടുള്ള ഇന്ററാക്ഷൻസ്, ദേവിപ്രിയ മാം ആയിട്ടുള്ള ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം ആ അറ്റംപ്റ്റും അൺഫോർച്യുനേറ്റ്ലി എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഈ അറ്റംപ്റ്റ് ആണ് എഴുതുന്നത്. അപ്പം കുറെ അധികം തെറ്റുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു പ്രീവിയസ് അറ്റംപ്റ്റിൽ. അപ്പൊ അതൊക്കെ പ്രോപ്പറായിട്ട് ഗൈഡൻസ് എടുത്ത് റെക്ടിഫൈ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു പരിണിത ഫലമായിട്ടാണെന്ന് തോന്നുന്നു ഈ അറ്റംപ്റ്റ് നല്ലപോലെ പോയിട്ടുകൊണ്ട് നല്ലൊരു റാങ്ക് കിട്ടാനും സാധിച്ചിട്ടുണ്ട്. ഓക്കെ, നൈസ്, ഗ്രേറ്റ്. രജത്ത്, നമുക്കറിയാം ഇപ്പൊ ഇനിയിപ്പോ ചുരുങ്ങിയ ദിവസങ്ങളെ നമുക്ക് പ്രിലിംസിലേക്കുള്ളൂ, പ്രിലിംസ് 2025 അപ്പൊ നമുക്ക് 2 കാറ്റഗറി ഓഫ് സ്റ്റുഡൻസും ഉണ്ട്. അത്യാവശ്യം ലൈക്ക് വെറ്ററൻ ആസ്പിറൻസും ഉണ്ട്, ആദ്യമായിട്ട് ഈ വർഷം പ്രിലിംസ് കൊടുക്കുന്നവരുണ്ട്. അപ്പൊ രജത്തിന്റെ ഈ ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ ചുരുങ്ങിയ ദിവസങ്ങളിൽ ഡൂസ് ആൻഡ് ഡോൺസ്, ഐ മീൻ ഫ്രഷേഴ്സും അതുപോലെ തന്നെ വെറ്ററൻ ആസ്പിറൻസും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അത് രജത്തിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് എലമെന്റ്സ് എന്താണെന്നൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? പ്രിലിംസിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും എന്റെ സോഴ്സസ് ലിമിറ്റഡ് ആയിട്ട് തന്നെ വെക്കാൻ നോക്കി. എനിക്ക് ആകെപ്പാടുള്ള ഒരു സോഴ്സ് എന്ന് പറഞ്ഞാൽ സാറിന്റെ കുറെ സ്ലൈഡ്സും ക്ലാസ് നോട്ട്സും ഒക്കെയാണ്. അപ്പൊ അതായിരുന്നു അന്നും എന്റെ സോഴ്സ്, ഇപ്പോഴും എന്റെ സോഴ്സ്. പിന്നെ ബേസിക് NCERT ഒക്കെ എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ വായിക്കാൻ നോക്കിയിട്ടുണ്ട്, കാര്യം 22 അറ്റംപ്റ്റിന് ശേഷം. അപ്പം ആ ഒരു ബേസിക് സോഴ്സ് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയി വേണം നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. സോഴ്സസ് ലിമിറ്റ് ചെയ്യുക, അതാണ് എന്റെ ഫസ്റ്റ് സജഷൻ. സെക്കൻഡ്, നമ്മൾ എത്രത്തോളം റിവൈസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ റിവൈസ് ചെയ്യാൻ നോക്കണം. കാര്യം എത്രത്തോളം വിവിധ ആയുധങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ അറിയുന്നതല്ല നമ്മുടെ കഴിവ് തീരുമാനിക്കുന്നത്. ഒരായുധം എത്ര പ്രിസൈസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അതാണ് നമ്മുടെ ഒരു ടാലന്റ് മെഷർ ചെയ്യാൻ പോകുന്നത്. പിന്നെ 3 പ്രാക്ടീസ് ആണ്. നമുക്ക് ആയുധം എങ്ങനെയാണ് നമ്മൾ ബെറ്റർ ആവുന്നത്, മാക്സിമം പ്രാക്ടീസ് ചെയ്തിട്ടാണ്. അപ്പം ഈ 3 കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും അധികം എന്റെ ജേർണിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ പ്രിലിംസ് വലിയ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റിയും അതാണ്. പിന്നെ ഇത് ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമല്ല, കാര്യം
ഞാൻ മാക്സിമം വേറെ എക്സാംസും എല്ലാം എഴുതാൻ നോക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പം ഇന്ത്യയിൽ ഓൾമോസ്റ്റ് ഇപ്പം നടക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ എക്സാംസും ഒബ്ജക്റ്റീവ് ആണ്. അപ്പൊ ആ ഒബ്ജക്റ്റീവ് എക്സാംസ് ചെയ്യുന്നത് വഴി നമുക്ക് എക്സാമിനറുടെ ഒരു മൈൻഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഒരു പാറ്റേൺ ഒക്കെ എടുക്കാനും വിവിധ വെറൈറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്ത് നമുക്ക് പരിചയം വരാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതും എന്നെ എന്റെ ജേർണിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ സെബി, RBI, നബാർഡ് ഈ എക്സാംസും ഒക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതും ഒരു പരിധി വരെ എന്നെ പ്രിലിംസിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നൈസ്. ഇപ്പം രജിത്തിന് നല്ലൊരു അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ട്. ഒബിയസ്ലി ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ CSAT ഒക്കെ കഴിഞ്ഞ വർഷം there are lots of aspirants. One of the reason for why they couldn't clear maybe CSAT is taken for granted. അങ്ങനെ ഒരു ഈവൻ മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികളാണെങ്കിലും അപ്പം CSAT ഈവൻ ഒരു ക്വാളിഫൈങ് പേപ്പറാണ്, 33% മതി ക്വാണ്ടം റീസണിങ്ങും കോംപ്രിഹെൻഷനും ഒക്കെ ഉള്ളൂ എന്ന് പറയുമ്പോഴും ഈവൻ മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ മാത്സ് ബാക്ക്ഗ്രൗണ്ട്സും അല്ലെങ്കിൽ BTech MTech ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ടായിരുന്ന കുട്ടികൾക്ക് പോലും CSAT ക്വാളിഫൈ ചെയ്യാൻ പറ്റാണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. സോ എന്തായിരിക്കും CSATൽ എന്തായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം? ഐ മീൻ ആസ്പിറൻസിന് അങ്ങനെ ഒരു മെസ്സേജ് നമ്മൾ എന്തായിരിക്കും കൊടുക്കാനുള്ളത്? സർ അഗൈൻ ബാക്ക് ടു ദ സെയിം പോയിന്റ്, പ്രാക്ടീസ് തന്നെയാണ്. Practice ആണ്. പിന്നെ സർ വേറെ ഒരു കാര്യം ഹെൽപ്പ് ചെയ്തിട്ടുള്ള അതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്. എന്നെ അത് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്, ഞാൻ CSAT വളരെ കുറച്ച് സമയം കൊടുത്തിട്ടുള്ളൂ. കാര്യം Okay. ഞാൻ GS വീക്ക് ആയിരുന്നു. Okay, okay, അപ്പൊ എനിക്ക് എന്റെ ഫോക്കസ് ഏരിയ മൊത്തം GS-ലായിരുന്നു. അവിടെ എനിക്ക് കണ്ടന്റ് ഇല്ല. Okay. CSAT എനിക്കൊരു ഇഷ്യൂ ആയിട്ട് വന്നിട്ടില്ല. കാര്യം ഞാൻ വേറെ എക്സാംസ് RBI, SEBI അതൊക്കെ എഴുതുമായിരുന്നു. Okay. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് CSAT അതിന്റെ സിലബസ് ഓൾമോസ്റ്റ് എൻറ്റയർലി കവേർഡ് ആയിരുന്നു. പിന്നെ എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് നോക്കേണ്ടി വന്ന ഒരു വീക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ RC ആണ്. Okay, okay, okay. അപ്പം RC മാക്സിമം നമ്മൾ PYQs നോക്കുന്നത് തന്നെയാണ് ഏറ്റവും അധികം നല്ലത്. Okay. കാര്യം അവർക്ക് അവരുടേതായ ഒരു ശൈലിയുണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിനും. ഉം. പിന്നെ അവരുടെ ആൻസേഴ്സിനകത്ത് ചില രീതികളുണ്ട്. അത് Okay. എനിക്കൊന്ന് സാർ ഒരുപാട് ലെക്ചേഴ്സ് ഫ്രീ ഉം. ആയിട്ട് തന്നെ യൂട്യൂബിലൊക്കെ ഉം. കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടു നോക്കുന്ന ഒരു നല്ലൊരു ഉം. ഐഡിയ ആയിരിക്കും എന്ന് തോന്നുന്നു. കാര്യം അവിടെ അത് ചെയ്തു നോക്കുന്ന വഴി നമുക്ക് UPSCയുടെ എക്സാമിനറുടെ മൈൻഡിലേക്ക് ഒരു ഇൻസൈറ്റ് കിട്ടുകയാണ്. Okay. എങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, Okay. എന്തെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ടെംപ്ലേറ്റ് ചില ക്വസ്റ്റ്യൻസിന് ഉണ്ടോ, ഉം, ഉം. അല്ലെങ്കിൽ എവിടെയാണ് മിസ്റ്റേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. Fine, nice. ഇനിയിപ്പോ നമുക്ക് ആസ്പിറൻസിന്റെ ഒരു കോമൺ കൺസേൺ ആണ് റിഗാർഡിംഗ് ദ മെയിൻസ് പാർട്ട്. നമുക്കറിയാം Right. മെയിൻസിന്റെ ഒരു 9 പേപ്പേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ലൈക്ക് ഡിസ്ക്രിപ്റ്റീവ് പേപ്പേഴ്സ് 10 മാർക്കർ 15 മാർക്കർ അല്ലെങ്കിൽ ആ ഒരു ടൈം മാനേജ്മെന്റിന്റെ ഒരുപാട് കൺസേൺസ് മെയിൻസിലുണ്ട്. ഉണ്ട്. അപ്പം ഇറ്റ്സ് ലൈക്ക് ഒരു ലെമൺ ആസ്പിറന്റ് അല്ലെങ്കിൽ ഒരു ഫ്രഷർ ആസ്പിറന്റ് മെയിൻസ് പെർസ്പെക്റ്റീവിൽ അയാൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നമുക്ക് പറയാനുള്ളത്? മെയിൻസ് ഒബിയസ്ലി നമുക്ക് സിലബസ് കവർ ചെയ്യണം, അതെ അതെ ആൻസർ റൈറ്റിംഗ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതിൽ ടൈം മാനേജ്മെന്റും പ്രിസിഷനും അല്ലെങ്കിൽ ദ വേ വി കൺക്ലൂഡ് ആൻസർ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതെ. മെയിൻസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇന്നതാണ് എന്ന് നമ്മുടെ ഒരു ജേണിയിൽ നിന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തായിരിക്കും? തീർച്ചയായും സർ, എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യന്റെ ഡിമാൻഡ് അഡ്രസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഓക്കെ. കാര്യം ഞാൻ ആദ്യം വിചാരിച്ചു എനിക്ക് മേ ബി കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും മെയിൻസിന് മാർക്ക് ഇല്ലാത്തത്. ഞാൻ ആദ്യത്തെ മെയിൻസ് അറ്റംപ്റ്റ് കൊടുത്തു കഴിഞ്ഞ് മാർക്ക് അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് മാർക്ക് ഇല്ലാത്ത മേ ബി എനിക്ക് കണ്ടന്റ് ഇല്ലാത്തതാണ്, അങ്ങനെ ഒരു തോന്നൽ എനിക്ക് ഉണ്ടായി. അത് കഴിഞ്ഞ് സെക്കൻഡ് അറ്റംപ്റ്റ് വന്നപ്പോൾ ഞാൻ കണ്ടന്റിൽ ശരിക്കും വർക്ക് ചെയ്തു. അപ്പോഴാണ് ഞാൻ ജസ്റ്റ് ക്ലാസ് ലൈഡ് വിട്ട് വേറെ പുസ്തകങ്ങളൊക്കെ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ വായിക്കാൻ തുടങ്ങിയത്. പക്ഷെ എന്താണ് കണ്ടുവന്നതെന്ന് വെച്ചാൽ എന്റെ മാർക്ക് GS-ന് കഴിഞ്ഞ 2022 കാട്ടിയും കുറഞ്ഞു. അപ്പൊ എനിക്ക് അതിൽ നിന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് എന്താന്ന് വെച്ചാൽ കണ്ടന്റിൽ മാത്രമല്ല കാര്യം ഇരിക്കുന്നത്, സംതിങ് മോർ. അങ്ങനെ ഞാൻ പല ഫാക്കൽറ്റിയും എനിക്കൊന്ന് സാറിന് ഉൾപ്പെടെ എന്റെ ആൻസേഴ്സ് കാണിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് കിട്ടിയ ഒരു സജഷൻ എന്താന്ന് വെച്ചാൽ പല ക്വസ്റ്റ്യനും യു ആർ ജസ്റ്റ് ട്രൈങ് ടു ഡംപ് ദ കണ്ടന്റ് ഇടാൻ മാത്രമേ നോക്കുന്നുള്ളൂ. ആ ക്വസ്റ്റ്യന്റെ ഡിമാൻഡ് എന്താണെന്ന് അഡ്രസ് ചെയ്യുന്നില്ല. അപ്പം നമ്മളിപ്പോ രണ്ട് ആൻസർ കമ്പയർ ചെയ്യാണ്. ഒന്ന് ആ ക്വസ്റ്റ്യന് ഡയറക്റ്റ് ആയിട്ട് ഹിറ്റ് ചെയ്യുന്നു, മറ്റേത് കുറെ അധികം സാധനങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. ആസ് എ ലേമൻ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും മേ ബി ദ സെക്കൻഡ് സ്റ്റുഡന്റ് ഇസ് മോർ നോളജബിൾ. പക്ഷെ UPSC അങ്ങനെയല്ല ചെയ്യുന്നത്. അവർ ആ ഡിമാൻഡ് അഡ്രസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അതായിരിക്കും എന്റെ ഒരു കൺസെപ്റ്റില് ഫസ്റ്റ് വരുന്നത്. പിന്നെ ഇത് കൂടാതെ വേറെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാല് നമ്മൾ പ്രസന്റേഷൻ ഇംപ്രൂവ് ചെയ്യാൻ നോക്കണം. ഇത് എനിക്ക് സാറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു സജഷനാണ്. കാര്യം ഈവൻ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് അങ്ങനത്തെ ആസ്പെക്ട്സ് ഒക്കെ കുറച്ചൊരു പരിധി വരെ ഹെൽപ്പ് ചെയ്യുന്നു. ഐ മീൻ അതായത് നമ്മുടെ മാർക്ക് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ആസ്പെക്ട്സ്, പിന്നെ കുറച്ച് വാല്യൂ അഡീഷന്റെ കാര്യങ്ങൾ, നമ്മൾ എങ്ങനെ നമ്മുടെ ആൻസർ ഡിഫറെന്റ് ആക്കാൻ പറ്റും. പിന്നെ നാലാമത് ടൈം മാനേജ്മെന്റും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. കാര്യം ഓൾമോസ്റ്റ് യൂണിവേഴ്സലി, അതായത് എന്റെ 3 അറ്റംപ്റ്റും പിന്നെ ബാക്കിയുള്ളവരോട് ചോദിക്കുമ്പോഴും ഒക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം, എപ്പോഴൊക്കെ എനിക്ക് പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ അപ്പോഴൊക്കെ എനിക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം മനസ്സിലേക്ക് ഓടി വരുന്നത്.
രചിത ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഇപ്പം നമുക്കറിയാം ഒരുപാട് വർക്കിംഗ് ആസ്പിറൻസ് ലൈക്ക് UPSC സൈമൾട്ടേനിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതെ പല ഫീൽഡിൽ മെഡിസിനോ അല്ലെങ്കിൽ IT ഫീൽഡോ പല ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പ്രൊഫഷണൽ ആസ്പിറൻസ് ഉണ്ട്. ഉണ്ട്. അപ്പം അവർക്ക് പലതരത്തിലുള്ള കൺസ്ട്രെയിൻസ് ഉണ്ട് വിത്ത് റിഗാർഡ് ടു പ്രിപ്പറേഷൻ. ഒരുപക്ഷെ ഈ ജോലിയും പ്രിപ്പറേഷനും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇതിന് പ്രോപ്പറായിട്ട് ടൈം അലോട്ട് ചെയ്യുന്നതോ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസോ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പം ഒരു എന്താ പറയുക, ജോലി ബാലൻസ് ചെയ്തുകൊണ്ട് രജത്ത് ആഗ്രഹിച്ചൊരു ഡ്രീം അച്ചീവ് ചെയ്തു എന്ന് പറയുമ്പോൾ യു മേ ഹാവ് എ സ്ട്രാറ്റജി ഫോർ ദാറ്റ്. രണ്ടിനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോയ ഒരു സ്ട്രാറ്റജി ഉണ്ടാവും. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും വർക്കിംഗ് ആസ്പിറൻസിനോട് എന്തായിരിക്കും നമുക്ക് പറയാനുള്ളത്? ഹൗ ക്യാൻ ദ ബാലൻസ് ബോത്ത്? സർ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് പ്രോപ്പർ ഗൈഡൻസ് എടുക്കുക എന്നുള്ള കാര്യമാണ്. കാര്യം നമ്മള് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത് ഒരുപാട് ആൾക്കാരായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ്. അപ്പൊ അവിടെ നിന്നൊക്കെ പൊതുവായിട്ട് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് എന്താന്ന് വെച്ചാല്, നമുക്ക് ഇതിലേക്ക് ഒരു ഐഡിയ ഇല്ലാതെ ഇറങ്ങുമ്പോൾ കുറെ പുസ്തകങ്ങളും ഇപ്പം നമുക്ക് ഓൾമോസ്റ്റ് യൂണിവേഴ്സലി എല്ലാ കാര്യങ്ങളും ഇപ്പം ടെലഗ്രാം പോലുള്ള സോഴ്സസിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം മെറ്റീരിയൽ നമുക്കൊരു ക്ഷാമമില്ല. നമുക്കുള്ള സാധനം എങ്ങനെ ഏറ്റവും ബെറ്റർ ആയിട്ട് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ പഠിക്കുക എന്നുള്ളത് അതാണ് കൺസ്ട്രെയിന്റ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഗൈഡൻസിന്റെ കാര്യത്തിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും ഈ സബ്ജക്റ്റിൽ ഈ ഫാക്കൽറ്റി ആണ് ബെറ്റർ എങ്കിൽ എപ്പോഴും ഞാൻ അവിടെ റീച്ച് ഔട്ട് ചെയ്യാനും ഹെൽപ്പ് എടുക്കാനും നോക്കിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഹിസ്റ്ററിയുടെ കാര്യത്തിൽ സാർ, അപ്പം സാറ് പറഞ്ഞു തരും. എന്നിട്ട് പഠിക്കുമ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ജസ്റ്റ് ഇരുത്തത്ത് ബുക്ക് വായിക്കുന്ന, ഒരു ലൈറ്റ് അടിച്ച് ബുക്ക് വായിക്കുന്ന, അതാണ് എനിക്ക് ഗൈഡൻസിന്റെ കാര്യത്തിൽ തോന്നിയിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം, വർക്കിംഗ് കാൻഡിഡേറ്റ്സിന് നമ്മുടെ സമയത്തിന്റെ വാല്യൂ നമുക്ക് മനസ്സിലാക്കാൻ പഠിക്കണം. അപ്പം എന്റെ ഓരോ അറ്റംപ്റ്റിലും ഞാൻ ഈ സമയത്ത് ഇത് ചെയ്യും എന്നുള്ള കാര്യം വളരെയധികം പ്ലാൻഡ് ആയിരുന്നു. പക്ഷെ അവിടെയും കൺസ്ട്രെയിന്റ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സമയം ഈ സമയം ഇന്ന രീതിയിൽ ഉപയോഗിക്കുന്നത് നമ്മൾ ചിലപ്പോൾ എഴുതി വെക്കും. പക്ഷെ അതേ സമയം കമ്പനി പറയും ഈ ഒരു മീറ്റിങ്ങിന് കയറും. അപ്പം എപ്പോഴും ആ ഒരു ഇതിൽ ഫോളോ ചെയ്യാനും പറ്റില്ല. അപ്പം അതിൻ്റെ കൂടെ ടൈമിൻ്റെ കൂടെ നമുക്ക് അത് മനസ്സിലാവും വേണം, അതിൻ്റെ കൂടെ ഒരു ഫ്ലെക്സിബിലിറ്റി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും വേണം. അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഞാൻ യൂഷ്വലി നൈറ്റിലിരുന്ന് പഠിക്കുന്ന ഒരു പേഴ്സൺ ആണ്. പക്ഷേ എന്റെ വർക്ക് പലപ്പോഴും ഓഫ് ഷോർ ക്ലയൻസുമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ എനിക്ക് നൈറ്റിൽ പഠിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ആ സമയത്ത് എന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, ആ ഒരു സമയത്ത് സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ട് ഒരു ക്ലയന്റിന്റെ ഏർലി മോർണിംഗ് 5 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് 10 മിനിറ്റ് ആ മീറ്റിങ്ങിന് കയറിയാൽ മതി. ബാക്കി സമയം എല്ലാം നമുക്ക് ഓഫാണ്. 9 മണി പിന്നെ നമ്മുടെ റെഗുലർ റൊട്ടീൻ തുടങ്ങുന്നതായിട്ട് നമ്മൾ ഫ്രീ ആണ്. ഞാൻ ആ ഷിഫ്റ്റ് ചോദിച്ചു വാങ്ങിച്ചു. കാര്യം വേറെ ആരും ആ സമയത്ത് എണീക്കാൻ താല്പര്യപ്പെടുന്നില്ല. എല്ലാവരും എന്നെ പോലെ തന്നെ നൈറ്റ് ഓൾസ് ആണ്. അപ്പൊ ഞാൻ ആ ഒരു റിസ്ക് എടുക്കാൻ നോക്കി. അപ്പൊ അവിടുന്നാണ് സത്യം പറഞ്ഞാൽ എന്റെ അറ്റംപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ 5 മണിക്ക് ശേഷമുള്ള ഒരു 3 മണിക്കൂർ ടെസ്റ്റ് എഴുതാനും പത്രം വായിക്കാനും ഒക്കെ ആയിട്ട് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പം അങ്ങനെ കുറെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അത് കൂടാതെ ഒരു കാര്യം എന്ന് വെച്ചാല്, എനിക്ക് അത് എന്റെ നെസസിറ്റി കാരണം ചെയ്യേണ്ടി വന്നൊരു കാര്യമാണ്. ഞാൻ അധികം വായിക്കാൻ നിൽക്കാതെ മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ നോക്കി. പ്രാക്ടീസ് എങ്ങനെയാണെന്ന് വെച്ചാല്, ഇവൻ പ്രിലിംസിന് പ്രാക്ടീസ് ചെയ്യുന്ന പോലെ തന്നെ മെയിൻസിനും ആൻസർ എഴുതിയാണ്, ആൻസർ കീ പഠിച്ചാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തത്. അപ്പം എനിക്ക് കണ്ടന്റ് അഗൈൻ ഞാൻ പറഞ്ഞില്ല, കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ അതൊക്കെ എന്റെ ആൻസർ റൈറ്റിംഗ് പെർഫെക്ഷനിലൂടെയും എന്റെ റൈറ്റിംഗിലൂടെ ഞാൻ കൗണ്ടർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് ഔട്ട് ഓഫ് ദ ബോക്സ് സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് ടൈം മാനേജ് ചെയ്യാനും പറ്റും. അതേപോലെ ഒരു വർക്ക് നമുക്ക് ക്യാരി ഓൺ ചെയ്യാനും പറ്റും. കാര്യം എനിക്ക് എപ്പോഴും തോന്നുന്നുണ്ട് വർക്ക് ക്യാരി ഓൺ നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാര്യം ഒരു ആസ്പിറന്റ് മാത്രമായിരുന്നാല് ഈ എക്സാം വളരെ അൺസർട്ടനും കൂടെയാണ്. ഒരുപാട് സമയം നമുക്ക് അതിന്റെ ഇടയ്ക്ക് പോകേണ്ടി വരുന്നുണ്ട്. എന്റെ ഒരു അഭിപ്രായത്തിൽ പ്രിലിംസിന് 2 മാസം മുന്നേ മെയിൻസിന്റെ ആ ഒരു ഫുൾ സമയം നമ്മൾ എഫക്റ്റീവ് ആയിട്ട് പഠിക്കണം. അത് കഴിഞ്ഞൊരു ഒക്ടോബറിൽ അല്ലെങ്കിൽ സെപ്റ്റംബറിൽ മെയിൻസ് കഴിഞ്ഞാൽ പിന്നെ ഡിസംബറിലാണ് അതിന്റെ റിസൾട്ട് വരുന്നത്. ആ ഒരു സമയം നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല സത്യം പറഞ്ഞാൽ. അതേസമയം വർക്കിംഗ് ആണെങ്കിൽ ആ ഒരു സമയം നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പം എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഒക്ടോബർ പോലെ ഡിസംബർ വരെ സമയം അവരൊന്നും ചെയ്യുന്നില്ല. അവരിങ്ങനെ റിസൾട്ട് വരുമോ ഇല്ലയോ എന്ന് ആലോചിച്ച് ടെലിഗ്രാം ഗ്രൂപ്പിൽ നോക്കുന്നു. അങ്ങനെയൊക്കെയാണ് അവരുടെ സമയം പോകുന്നത്. ആ ഒരു സമയം നമ്മൾ വർക്ക് ചെയ്താല് നമുക്ക് ബാക്കി സമയത്തേക്ക് ടെസ്റ്റ് സീരീസിലൊക്കെ ചെയ്യാൻ വേണ്ടി കുറച്ച് പോക്കറ്റ് മണി കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മുടെ ഒരു ഐഡന്റിറ്റി ആസ് എ പ്രൊഫഷണൽ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനും പറ്റും. അതിന്റെ കൂടെ നമ്മൾ കുറെ സ്കിൽസ് പഠിക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യാന്നാണ് എനിക്ക് തോന്നിയത്. സോ ഇതിൽ പറഞ്ഞു വന്നപ്പം രജിത്ത് പറഞ്ഞൊരു പോയിന്റ്, ഐ മീൻ ഇപ്പം UPSC ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദന ഈ കറണ്ട് അഫയേഴ്സിനെ ടാക്കിൾ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിന് അത്രയും ഒരു വെയിറ്റേജ് ഉണ്ട്, അല്ലെങ്കിൽ ഇറ്റ് ഓവർലാപ്സ് വിത്ത് എവരി സബ്ജക്ട്സ് ഇൻ പ്രിലിംസ് ആൻഡ് മെയിൻസ്. അപ്പൊ കറണ്ട് അഫയേഴ്സ് എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഇപ്പോഴും കുറെ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉള്ള ഒരു സംഭവമാണ്. ഈവൻ ദോ ദേ ഹാവ് ഡിഫറെന്റ് സോർട്സ് ഓഫ് സ്ട്രാറ്റജീസ് ആൻഡ് ഓൾ. ഡെയിലി ന്യൂസ് പേപ്പേഴ്സ് വായിക്കണോ, കമ്പൈലേഷൻസ് ഫോളോ ചെയ്യണോ, അല്ലെങ്കിൽ ഈ ന്യൂസ് അനാലിസിസ് ലൈക്ക് വീഡിയോസ് ഫോളോ ചെയ്യണോ,
അപ്പോൾ കറണ്ട് അഫയേഴ്സ് വിത്ത് റെസ്പെക്ട് ടു കറണ്ട് അഫയേഴ്സ് പാർട്ട് എന്തായിരിക്കും രജിത്തിനെ ഹെൽപ്പ് ചെയ്ത ഒരു സ്ട്രാറ്റജി എന്തായിരുന്നു? ന്യൂസ് പേപ്പർ റീഡിംഗ് ആയിരുന്നോ അതോ ഒരു മാഗസിൻ കമ്പൈലേഷൻ ഫോളോ ചെയ്യുകയായിരുന്നു? വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അത്. ഞാൻ ആക്ച്വലി ഇത് മൂന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു പുതിയ ആളാണ്, ഞാൻ ഈ എക്സാമിലോട്ട് ആദ്യം വരികയാണ്. അപ്പം സാറിന്റെ ആ ഒരു ഇപ്പൊ സാറ് പറഞ്ഞതിൽ തന്നെ നമുക്ക് ഒരു പുതിയ ആൾ, ഒരു ന്യൂബി എന്നുള്ള രീതിയിൽ നമുക്കിതിൽ ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാനുള്ളത് കറണ്ട് അഫയേഴ്സ് കമ്പൈലേഷൻ വായിക്കുക എന്നുള്ളതാണ്. ഞാൻ ചെയ്തൊരു മിസ്റ്റേക്കും അതാണ്. കാര്യം ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് തൊട്ട് കുറെ സമയം കറണ്ട് അഫയേഴ്സ് ഈ മാഗസീൻസ് ഒക്കെ വായിക്കും, മന്ത്ലി മാഗസീൻസ് ഒക്കെ വായിക്കാനായിട്ട് തുടങ്ങി. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഞാൻ പറഞ്ഞു റിവൈസ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇതൊക്കെ കുറെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, നോട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കൊന്നും റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. മേ ബി ഒരാഴ്ച കഴിഞ്ഞ ആഴ്ച എന്താ വായിച്ചത് എനിക്കൊന്നും അറിയുന്നില്ല. അപ്പോ ഞാൻ വിചാരിച്ചു ന്യൂസ് പേപ്പർ വായിക്കേണ്ട, ന്യൂസ് പേപ്പർ വായിക്കുന്ന ഡെയിലി 1 മണിക്കൂർ പോകുന്ന ഒരു കാര്യമാണ്, ഞാൻ എന്തിനാണ് അത്രയും കഷ്ടപ്പെട്ട് അത് ചെയ്യുന്നതെന്നൊരു ആസ്പെക്ട് ആലോചിച്ചു. അങ്ങനെ പക്ഷെ ഞാൻ എന്നിട്ടും അത് ആ ഒരു സ്ട്രാറ്റജി തന്നെ 23ലും ലാസ്റ്റ് ഇയറും കണ്ടിന്യൂ ചെയ്യാൻ നോക്കി. പക്ഷേ അഗെയിൻ സംതിങ് എനിക്ക് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഒന്നും കണക്ട് ആവുന്നില്ല. അത് മാത്രമല്ല എനിക്കത് ആൻസറിലോട്ടൊന്നും കൊണ്ടുവരാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചു നേരം ആ ഒരു 23 അറ്റംപ്റ്റിൽ കുറച്ച് വീഡിയോ ഒക്കെ കാണാൻ തുടങ്ങി. പക്ഷെ എനിക്ക് ഗെയിം ചേഞ്ചർ ആയിട്ട് വന്ന എന്താന്ന് വെച്ചാൽ 23ൽ ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂവിന്റെ സമയത്ത് ഞാൻ സാറിനോട് ചോദിച്ചു, എന്റെ ബാക്കി മെന്റേഴ്സിനോട് ചോദിച്ചു, ഒരുപാട് ഫ്രണ്ട്സിനോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നത്? അപ്പൊ ഈ ഇന്റർവ്യൂ വരുമ്പോഴത്തേക്ക് ഇവരെല്ലാരും പറയുന്നത് നിങ്ങൾ പത്രം വായിച്ചേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ചിന്തിച്ച് എന്തുകൊണ്ടാണ് ഇത് ബാക്കി ഇതിന് ആപ്ലിക്കബിൾ അല്ലാത്ത, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഞാൻ എന്നിട്ട് റെഗുലർ ആയിട്ട് അപ്പോഴാണ് സത്യം പറഞ്ഞ പത്രം വായിക്കാൻ തുടങ്ങുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യൻ എക്സ്പ്രസ്. അപ്പം പത്രം വായിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ അതൊരു റിലാക്സേഷൻ ആയി, അതൊരു ഹോബിയായി. പിന്നെ അത് കൂടാതെ കാര്യങ്ങളൊക്കെ വളരെ ഓർഗാനിക് ആയിട്ട് എന്റെ മനസ്സിൽ നിൽക്കുന്ന പോലെ ഒരു തോന്നലും തോന്നി. എനിക്കൊന്നും പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഇങ്ങനെ മിസ്ഗൈഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ വായിക്കൂ, കമ്പൈലേഷൻ വായിക്കൂ, എല്ലാം വായിക്കൂ. പക്ഷെ അവരാരും പത്രം വായിക്കാനായിട്ട് പലരും പറയുന്നില്ല. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വാട്ട് വി നീഡ് ടു ഡു ഇസ് വി നീഡ് ടു ബി വെരി ബേസിക് ഓൾഡ് സ്കൂൾ. നമ്മുടെ പത്രം തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണം. കാര്യം ഇന്റർവ്യൂവില് യു ഹാവ് ടു റീഡ് ദ ന്യൂസ് പേപ്പർ. കാര്യം ആ ബോർഡ് മെമ്പേഴ്സ് എല്ലാവരും ന്യൂസ് പേപ്പർ വെച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. മേ ബി അവർ ക്വസ്റ്റ്യൻസ് ഇടുന്ന ഈ ന്യൂസ് പേപ്പറിൽ നിന്ന് തന്നെയായിരിക്കും. അപ്പം നമ്മൾ എന്തായാലും ന്യൂസ് പേപ്പർ ഇന്റർവ്യൂവിന്റെ സമയത്ത് വായിക്കും. അങ്ങനെ എന്റെ ഒരു ശീലമായി. ഈ ഒരു അറ്റംപ്റ്റിലേക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ കമ്പൈലേഷൻസ് വായിച്ചിട്ടില്ല, ഞാനൊരു വീഡിയോ അനാലിസിസ് കണ്ടിട്ടില്ല. ഇറ്റ് വാസ് ജസ്റ്റ് പ്യുവർ ന്യൂസ് പേപ്പർ. അതും ഞങ്ങൾ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുത്തിയപ്പം എന്റെ അമ്മയും അച്ഛനും എപ്പോഴും ചോദിക്കും, കാരണം നീ സിവിൽ സർവീസ് അല്ലേ പഠിക്കുന്നത്, നീ ഇതുവരെ പത്രം വായിക്കുന്നൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പം ആ സമയത്തൊക്കെ ഞാൻ വളരെ പുച്ഛിച്ച് പറയായിരുന്നു, അല്ല എന്റെ കയ്യിൽ കമ്പൈലേഷൻ ഉണ്ട്, ഹിന്ദുവിന്റെ കമ്പൈലേഷൻ ഉണ്ട്, ഒരു മാസത്തെ ഞാൻ 1 മണിക്കൂർ കൊണ്ട് വായിച്ചു തീർക്കും, അങ്ങനെയൊക്കെ ഞാൻ പറയുമായിരുന്നു. അപ്പൊ ആ സമയത്ത് അവരും വളരെയധികം കൺഫ്യൂസ്ഡ് ആയി. 23ൽ എനിക്ക് ഇന്റർവ്യൂ കിട്ടാതെ വന്നപ്പോഴത്തേക്കും എനിക്ക് തന്നെ ഒരു റിയലൈസേഷൻ ഉണ്ടായി, മേ ബി ഈ പത്രം വായന കുറച്ച് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് മെയിൻസ് ആൻസേഴ്സ് എഴുതായിരുന്നു, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് പ്രിലിംസും ചെയ്യായിരുന്നു. അങ്ങനെ ഒരു തോന്നലുണ്ടായി. പിന്നെ അത് മാത്രമല്ല സർ, വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രിലിംസിന്റെ കാര്യം, നമ്മൾ കറണ്ട് അഫയേഴ്സിനോട് വളരെയധികം നമ്മൾ പേടിച്ച് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രിലിംസിന് കറണ്ട് അഫയേഴ്സ് വരും. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു മിസ്കൺസെപ്ഷൻ തെറ്റാണ്. കാര്യം നമ്മുടെ സ്റ്റാറ്റിക്ക് അടിപൊളിയാണെങ്കിൽ നമുക്ക് നല്ലൊരു ശതമാനം മാർക്ക് അവിടുന്ന് തന്നെ കിട്ടും. പിന്നെ ഈ സ്റ്റാറ്റിക്കിന്റെ നോളജ് ഉപയോഗിച്ച് നമുക്ക് മേ ബി കറണ്ട് അഫയേഴ്സ് നമുക്ക് ആൻസർ ഡെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ പത്രം വായിക്കുന്നതുകൊണ്ട് എപ്പോഴും ആ ഒരു പത്രത്തിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരേ വാർത്ത തന്നെ മേ ബി ഒരു നാഷണൽ റെലവെന്റ് ഉള്ള ഒരു ന്യൂസ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ പുൽവാമ ടെക്സ് ആണെങ്കിൽ അതൊരു 5-6 ദിവസത്തേക്ക് അത് റെക്കറന്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കും. നമ്മൾ അതിങ്ങനെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു മേ ബി ഒരു നോട്ട് പോലും ഉണ്ടാക്കാതെ അത് ഇൻഗ്രെയിൻഡ് ആയിരിക്കും. അപ്പൊ നമുക്കത് കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് മെയിൻസ് ആൻസറിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് മേ ബി ഇപ്പൊ വായിച്ചൊരു സാധനം നമ്മൾ പ്രിലിംസ് ഹോളിൽ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് അത് സ്ട്രൈക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരുപാട് നമ്മൾ ചിന്തിക്കാത്ത ഉപയോഗങ്ങൾ, ലേറ്റന്റ് ആയിട്ട് കുറെ യൂസ് നമ്മൾ അങ്ങനെ കറണ്ട് അഫയേഴ്സ് വായിക്കുന്ന വഴി വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത്, ഞാൻ വരുത്തിയൊരു മിസ്റ്റേക്കും അതാണ്. അത് കാരണം എനിക്ക് ഒരുപാട് സമയം പോയിട്ടുണ്ട്, എനിക്കത് യൂട്ടിലിറ്റിയും കിട്ടില്ല. ഈ വീഡിയോ ന്യൂസ് പേപ്പർ ഒക്കെ വായിക്കുന്നതിന് വീഡിയോ നമ്മുടെ കമ്പൈലേഷൻ അതൊക്കെ വായിക്കുന്നതിനെക്കാട്ടും ഭേദം എന്തുകൊണ്ട് ന്യൂസ് പേപ്പർ തന്നെയാണ്. So thank you so much, Rajat, for spending this much time with our aspirants. So തീർച്ചയായിട്ടും ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ്സ് ടു എവറി ആസ്പിറന്റ് ഔട്ട് ദർ പ്രിപ്പയറിംഗ് ഫോർ 2025-2026. ആൻഡ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് രജിത്തിന്റെ ഒരു സക്സസ് വാട്ട് ഐ ഇൻഫർ അല്ലെങ്കിൽ ഐ ഫീൽ ഇസ് ദാറ്റ് ഒരു പാഷനോട് കൂടി അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻസി, ഡെഡിക്കേഷനോട് കൂടി പ്രിപ്പറേഷനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ
അല്ലെങ്കിൽ കൺസിസ്റ്റൻസിയും ഡെഡിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു തെളിവും ആണ് ലൈക്ക് രജത്തിന്റെ ഈ ഒരു റിസൾട്ട്. വൺസ് അഗെയിൻ ഹാർട്ടിയസ്റ്റ് കൺഗ്രാറ്റുലേഷൻസ്, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. Gallant IAS, chasing your passion to ace.